നമ്മുടെ കേരളത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ഊരിവിറ്റ് പലിശ ഇനത്തിൽ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ്. ഏതാണ്ട് 2019 ഏപ്രിൽ മാസം ആദ്യം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് കേരളം വലിയ കടക്കണിയിലൂടെ മുന്നോട്ട് പോവുകയാണെന്നും കടം വീട്ടാനായി വീണ്ടും കടമെടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണെന്നും വീണ്ടും ഇങ്ങനെ കടബാധ്യതയിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോയാൽ വലിയ ഒരു ദുരന്തമായിരിക്കും കേരളത്തിനുണ്ടാവുക എന്ന് ഉപദേശിച്ചതിന് ശേഷവും 2019 ഏപ്രിൽ മാസത്തിൽ 2150 കോടി രൂപ കടം വാങ്ങാനുള്ള പുതിയ ഐഡിയ ഉണ്ടാക്കി കിഫ്ബിയെ കൊണ്ട് എടുപ്പിക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തത്. ഈ വാങ്ങിയ പണം ഉപയോഗിച്ച് 2150 കോടി രൂപയുടെ നടപ്പിലാക്കിയ പദ്ധതികൾ ഏതൊക്കെയാണ്? ഈ പദ്ധതികൾക്ക് കേന്ദ്ര വിഹിതം എത്ര കിട്ടിയിട്ടുണ്ട് എന്നതുൾപ്പെടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപിൽ ധവളപത്രം പുറപ്പെടുവിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകണം. ഞാനും നിങ്ങളും ഉൾപ്പെട്ട കേരളത്തിൻ്റെ പൊതുസമൂഹം കൂടുതൽ കടക്കാരായി മാറുമ്പോൾ ധാരാളം വിദേശ യാത്രകൾ നടത്തുകയും വിദേശത്തിരുന്നു കൊണ്ട് കേരളത്തെ ഭരിക്കുകയും ചെയ്യുന്ന പ്രഥമ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൻ്റെ അഭിനവ മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തും ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിച്ചത് വിദേശത്തു നിന്നാണ്. ഇനിയിപ്പോൾ ബാക്കി കേരളത്തിൽ കടമെല്ലാ സ്ഥലത്തു നിന്നും വാങ്ങിക്കഴിഞ്ഞു. ഇനി ബാക്കി ആകെ ഇപ്പോൾ വിൽക്കാനുള്ളത് ജനങ്ങളുടെ കിഡ്നി മാത്രമാണ് എന്നുള്ള അവസ്ഥയിലൂടെയാണ് കേരള സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് ഇത്രയും കോടി രൂപ വാങ്ങിയത് 9.72% പലിശയ്ക്കാണ് എന്ന അതേ സമയത്ത് തന്നെ ഒരു മാസത്തിൻ്റെ മാത്രം ഇടവേളയിൽ HDFCക്ക് 1000 കോടി രൂപ കിട്ടിയത് ഇതിനേക്കാൾ എത്രയോ കുറഞ്ഞ പലിശ നിരക്കിലാണ്. അപ്പോൾ 9.72% കേരള മുഖ്യമന്ത്രിക്ക് ലോൺ കൊടുക്കുകയും അതേസമയം 1.5% കുറവിൽ 1000 കോടി രൂപ HDFC കമ്പനിക്ക് മാത്രമല്ല ഇന്ത്യയിലെ വിവിധ കമ്പനികൾ ലോൺ എടുക്കുകയും ചെയ്യുമ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം 7.2%-നും 8.2%-നും ഇടയിൽ പലർക്കും പണം അവിടെ നിന്ന് പലിശയ്ക്ക് കിട്ടിയപ്പോൾ നമുക്ക് മാത്രം കിഫ്ബിക്ക് 9.72%-ന് എങ്ങനെയാണ് പലിശ വന്നത്? ഈ പലിശ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് 160 കോടി മുതൽ 250 കോടി രൂപ വരെ ലാഭിക്കാൻ സാധിക്കുമായിരുന്ന പലിശ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുമായിരുന്ന ഒരു പദ്ധതിയെ തന്ത്രപൂർവം അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ EDയുടെ നോട്ടീസ് വന്നപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ്? പ്രതിപക്ഷം വളരെ സിമ്പിളായിട്ടാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്തത്. അവർ പറയുന്നത് ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം ഇവിടെ പ്രതികരിക്കുന്നു? ഇത് ഭാരതീയ ജനതാ പാർട്ടി പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയാണ്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ആ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളെ വളർത്താതെ വിദേശ നിക്ഷേപവും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നിരവധി മേളകൾ നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഒരു മേഖലയിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഇത്ര കണ്ട് ഈ ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കാൻ അറിയാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയേണ്ടതിന് പകരം ദേശീയ ഏജൻസിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ
പ്രതിപക്ഷത്തിന്റെ വ്യവഹാരം കേരളത്തിൽ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. പ്രാദേശിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 മുന്നണി കേരളത്തിൽ ഉണ്ടാകില്ല എന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മറ്റു സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഘടകകക്ഷികൾ പ്രതികരിക്കുന്നത് പോലെ ഇടതുപക്ഷം ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയെ പിരിച്ചുവിടുമോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ പ്രതിപക്ഷ ലീഡർ കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നതല്ല, നിയമത്തിന്റെ മുന്നിൽ പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന് നേതൃത്വം നൽകുന്ന ആളുകൾ എന്ത് ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിക്ക് വന്നാലും അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള തന്ത്രാധിഷ്ഠിതമായിട്ടുള്ള സമീപനങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ വിഷയമാണ്. ഒരുപാട് മേളകൾ നടത്തിയ കേരളത്തിൽ അവരുടെ നമ്മുടെ കണക്ക് ഞാൻ പറയാം. ഏതാണ്ട് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഒറ്റ കൊല്ലം കൊണ്ട് 1,60,60,000 കോടി രൂപയുടെ നിക്ഷേപം വന്നു. കർണാടകയിൽ കോൺഗ്രസ് തന്നെയാണ് ഭരിക്കുന്നത്. ആ കർണാടകയിലും 56,000 കോടി രൂപയുടെ നിക്ഷേപം വന്നു. ഗുജറാത്ത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആഭ്യന്തര നിക്ഷേപമുള്ള ഒരു സംസ്ഥാനത്ത് അവിടെയും 48,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നു. തമിഴ്നാട് അവിടെ 30,000 കോടി രൂപയുടെ നിക്ഷേപം വന്നു. അപ്പൊ പറയും ഇതെല്ലാം വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളാണ്. ആ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റിന് ആളുകൾ വരും എന്നുള്ള ന്യായീകരണമാണ് പറയുന്നതെങ്കിൽ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം 3 കോടി ജനസംഖ്യയെ ഹരിയാനയിലുള്ളൂ. ആ ഹരിയാനയിൽ വന്നിട്ടുള്ളത് 27,000 കോടി രൂപയുടെ നിക്ഷേപമാണ്. കേരളത്തിലോ? കേരളത്തിൽ ഞങ്ങൾ ആകെ കേരളത്തെ മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് എത്രയോ മാമാങ്കങ്ങൾ നടത്തിയിട്ടുള്ള ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എത്രയോ വിദേശയാത്രകൾ നടത്തി അമേരിക്കയിൽ പോകുന്നു, അതുപോലെ തന്നെ കുവൈറ്റിൽ പോകുന്നു, ഷാർജയിൽ പോകുന്നു, എങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ലോകരാജ്യങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച കിട്ടിയിട്ടുള്ള നിക്ഷേപം 3,300 കോടി രൂപയാണ്. അപ്പൊ ഈ 3,300 കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തോളം ഈ കേരള സംസ്ഥാനത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ട് നമുക്ക് വിദേശ നിക്ഷേപം കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും കടുത്ത പ്രണയമാണ് ലാവലിൻ കമ്പനിയോട്. കാരണം ഈ വിദേശ നിക്ഷേപം നമ്മൾ കടം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ആ കടം വാങ്ങിയിട്ടുള്ളതിൽ 20% ഷെയറുള്ള ഈ കമ്പനി, ലാവലിൻ കമ്പനിയുടെ 20% ഷെയർ ഈ കമ്പനിക്കാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ എത്രയോ കാലം നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്ത ഈ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഈ കേരളത്തിൽ ഒരു കൂസലുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ആ പ്രണയം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ലാവലിനോട് എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു സിനിമയിലൊരു പാട്ടുണ്ട്, അമ്മായി എപ്പോഴും അപ്പം ചുടുന്നത് മരുമോന് വേണ്ടിയിട്ടാണ്. അമ്മായി ചുട്ടത് മരുമോനുക്ക്, ഇപ്പോ അച്ഛൻ ചുടുന്നത് മരുമോനുക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്ഛൻ പിണറായി വിജയൻ മിസ്റ്റർ റിയാസിന് വേണ്ടി വിദേശ യാത്രകൾ നടത്തി അപ്പം ചുട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ കടമെടുത്ത പണം കേരള ഗവൺമെന്റ് പറയുന്നത് ഈ പണത്തിൽ ബഹുഭൂരിപക്ഷവും ചിലവഴിച്ചിട്ടുള്ളത് റോഡ് പണിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ കാണുന്ന തലങ്ങും വിലങ്ങുമുള്ള വലിയ റോഡുകൾ കേന്ദ്രം നൽകുമ്പോൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കേരളത്തിലേക്ക് കേന്ദ്രം നൽകുമ്പോൾ ഈ കിഫ്ബി വഴി എടുത്ത കോടിക്കണക്കിന് രൂപ ഏത് മേഖലയിലാണ് വിനിയോഗിച്ചത്, ഏത് വകുപ്പിലാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായി അടിയന്തരമായി ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഞാനതിനെ നോക്കിക്കാണുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിയന്ത്രിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തിൽ
വെള്ള ഷർട്ടിൽ ചെളിയുള്ള രാഹുൽ മാങ്കൂട്ടം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ വെള്ള ഷർട്ടിൽ ചെളിയുള്ള മുകേഷ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഷൊർണൂർക്കാരൻ മുൻ MLA ശശി സ്വന്തം പാർട്ടിയിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ പാർട്ടി പ്രത്യേകം ഒരു യന്ത്രം ശ്രീമതി ടീച്ചറുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ യന്ത്രം ഉപയോഗിച്ച് ബലാത്സംഗത്തിൻ്റെ അളവുകോൽ പരിശോധിച്ച നാണം കെട്ട ഒരു പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുമ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത്രയും അന്യായം ചെയ്യുമ്പോൾ അവനെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കുക? അപ്പോൾ കേരളം എന്ന് പറയുന്നത് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന, സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന, അപമാനിക്കാൻ സ്ത്രീകൾ ഇനിയുമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞു പോയിട്ടുള്ള ഒരു സംസ്ഥാനത്തിനകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ വിഷയങ്ങളെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.